മുംബൈയിൽ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന NCPയുടെ നിർണായക യോഗം അവസാനിച്ചു. ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു PC ചാക്കോയുടെ പ്രതികരണം. താൻ പ്രസിഡന്റിനെ കാണാൻ വന്നതാണെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. മുംബൈയിൽ നിന്ന് ശ്രീനാഥ്, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് NCPയെ സംബന്ധിച്ച്. എന്തെങ്കിലും തീരുമാനങ്ങൾ ആ യോഗത്തിൽ ഉണ്ടായോ? യോഗശേഷം പുറത്തുപോയ നേതാക്കൾ പ്രതികരിച്ചില്ലെങ്കിലും അകത്ത് നടന്നതിൽ സൂചനകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? വിജയകുമാർ, ആരാകും അടുത്ത NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 നേതാക്കളെയും ശരത് പവാർ പെട്ടെന്നാണ് മുംബൈയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ YB ചവാൻ സെൻറ്ററിലാണ് ഏതാണ്ട് 3 മണിക്കൂറോളം നേരത്തിൽ ഈ യോഗം തുടർന്നത്. അതിനുശേഷം അല്പസമയം മുമ്പാണ് PC ചാക്കോ ആദ്യം പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ നീരസം പ്രകടവുമാണ്. തനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പിന്നാലെ AK ശശീന്ദ്രൻ എത്തി. അദ്ദേഹം രാഷ്ട്രീയമൊന്നും ചർച്ചയായില്ല എന്ന് പറഞ്ഞ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹവും ചെയ്തത്. പക്ഷേ ഇനി പുറത്തേക്ക് വരേണ്ടത് തോമസ് കെ തോമസ് ആണ്. ഇപ്പോഴും അദ്ദേഹം അകത്ത് തന്നെയുണ്ട്. ശരത് പവാറുമായും വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തു വരാൻ ഇപ്പോഴും വൈകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. തോമസ് കെ തോമസിന് തന്നെ അടുത്ത സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഇന്നത്തെ യോഗത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും അല്പസമയത്തിനകം തന്നെ തോമസ് കെ തോമസ് കൂടി പുറത്തേക്ക് വരുമ്പോൾ ആ കാര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു വ്യക്തത തന്നേക്കും. ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ശ്രമം PC ചാക്കോ ഈ യോഗത്തിലും നടത്തി എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തെ AK ശശീന്ദ്രൻ വിഭാഗം ഇപ്പോൾ തോമസ് കെ തോമസും അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ ശക്തമായി തന്നെ ഈ ഭൂരിപക്ഷത്തോടെ അതിനെ എതിർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തോമസ് കെ തോമസിലേക്ക് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എത്തുന്നതിൻ്റെ ചില സൂചനകൾ ഈ യോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ തോമസ് കെ തോമസിന്റെ പ്രതികരണം കൂടി ഇതിൽ ലഭിക്കുന്നതോടെ ആ കാര്യത്തിൽ ഏതാണ്ടൊരു ചിത്രം തെളിഞ്ഞു വരികയും ചെയ്യും. PC ചാക്കോ പ്രതികരിച്ചില്ല. ഞാൻ പ്രസിഡന്റിനെ കാണാൻ വന്നതാണ്, രാഷ്ട്രീയം പറഞ്ഞില്ല എന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. തോമസ് കെ തോമസ് എന്താണ് പറയാൻ പോകുന്നത് എന്നറിയില്ല. സംസ്ഥാനത്തെ NCP ഇനി ആര് നയിക്കുമെന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.